1976 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി എപ്പോഴാണ്? 1976. 1976 42-ാം ഭേദഗതി. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡൻ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. കേന്ദ്ര നിയമമന്ത്രി എന്ന് പറയുന്നത് HR ഗോഖലെ. 1976 42-ാം ഭേദഗതി സമയത്ത് കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെ, പ്രസിഡൻ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 42-ാം ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് 1976 42-ാം ഭേദഗതിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഒരു ഭേദഗതി നിലവിൽ വന്നത്. കേന്ദ്ര നിയമമന്ത്രി എന്ന് പറയുന്നത് HR ഗോഖലെ, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അതാണ് 1976 42-ാം ഭേദഗതി. സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്യുലർ അഥവാ മതേതരത്വം, ഇൻറ്റഗ്രിറ്റി അഥവാ അഖണ്ഡത, ഇങ്ങനെയുള്ള 3 വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കും. എന്തൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെയുള്ള 3 വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. പിന്നെ 10 മൗലിക കടമകൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തു. ഭാഗം 4A ആർട്ടിക്കിൾ 51A 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ ആഡ് ചെയ്തത് 42-ാം ഭേദഗതിയിലൂടെയാണ്. ഭാഗം എന്ന് പറയുന്നത് 4A ആർട്ടിക്കിൾ 51A ഭാഗം 4A. പിന്നെ ഭാഗം 14A ആർട്ടിക്കിൾ 323A ആഡ് ചെയ്തു. ഇത് രണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്. ഭാഗം 14A ആർട്ടിക്കിൾ 323A. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാവൂ എന്ന് 42-ാം ഭേദഗതി വ്യവസ്ഥ ചെയ്തു. മന്ത്രിസഭ എന്തു പറയുന്നു അതനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാവൂ എന്ന് 42-ാം ഭേദഗതി വ്യവസ്ഥ ചെയ്തു. അതുകൂടാണ്ട് സംസ്ഥാന നിയമസഭയുടെയും ലോകസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. സംസ്ഥാന നിയമസഭയുടെ ലോകസഭയുടെ കാലാവധി 5-ൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തിയത് 42-ാം ഭേദഗതിയാണ്. അതുകൂടാണ്ട് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാവൂ എന്നും വ്യവസ്ഥ ചെയ്തു. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയതും 1976 42-ാം ഭേദഗതി അനുസരിച്ചിട്ടാണ്. 5 വിഷയങ്ങളെയാണ് സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇതൊരു PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നുകൂടെ നോക്കാം. 1976 42-ാം ഭേദഗതി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ്, കേന്ദ്ര നിയമമന്ത്രി HR ഗോഖലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രാവശ്യം മാത്രമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. അത് 42-ാം ഭേദഗതിയാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് കൂട്ടിച്ചേർത്തു. പിന്നെ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാന നിയമസഭകളുടെയും ലോക്സഭകളുടെയും കാലാവധി 5-ൽ നിന്ന് 6 വർഷമാക്കി ഉയർത്തി. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അത് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം.